സാധാരണ കർഷകരായ നമ്മൾ ഇങ്ങനെ സമരത്തിനിറങ്ങാറില്ല. വീട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത്, പറമ്പിൽ പണിയെടുത്ത് മക്കൾക്ക് ഉപജീവനത്തിന് വകയൊരുക്കുക എന്നതാണ് കർഷകരായ നമ്മൾ സാധാരണഗതിയിൽ അനുദിനവും ചെയ്യുക. എന്നാൽ കർഷകരായ നമ്മൾ ഇന്ന് തെരുവിലിറങ്ങാൻ നിർബന്ധിതരായിരിക്കുക. അല്ലയോ ഭരണകൂടങ്ങളെ, ഒരു കാര്യം ഞാൻ ആരംഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കർഷക ജനത വെറുതെ തെരുവിലിറങ്ങാറില്ല. ഇറങ്ങിയാൽ അവരവരുടെ ലക്ഷ്യം നേടാതെ വെച്ചകാല് പിന്നോട്ടെടുക്കാറില്ല. അതിവിടെയും സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള സത്യം ഓരോ നേതാവും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഞങ്ങളുടെ സഹോദരങ്ങളെ കാട്ടാനയ്ക്കും കടുവായ്ക്കും എറിഞ്ഞുകൊടുത്തിട്ട് ആശ്വാസവാക്കുകളുമായി പറഞ്ഞ് വന്ന് ഞങ്ങളുടെ കണ്ണിൽ ഇനിയും പൊടിയിടാമെന്ന് ഒരു നേതാവും വിചാരിക്കേണ്ടതില്ല. കാരണം ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. ഓർക്കുക, ഈ സർക്കാരിന്റെ തന്നെ വനം വകുപ്പ് മന്ത്രി കഴിഞ്ഞ ജനുവരി 31 നിയമസഭയിൽ പറഞ്ഞ റിപ്പോർട്ട് ഇതാണ്. ഇതുവരെയും ഈ ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണകാലത്ത് 909 കർഷകർ വന്യമൃഗങ്ങളുടെ ചവിട്ടേറ്റും കുത്തേറ്റും കടിയേറ്റും മരിച്ചിട്ടുണ്ട് എന്ന്. 909 ജീവൻ പൊലിഞ്ഞിട്ടും ഈ നാട്ടിലെ കിരാതമായ വന്യജീവി നിയമങ്ങൾ മാറ്റിയെഴുതുന്നതിന്, അതിന് കർഷകർക്ക് അനുകൂലമായി തിരുത്തലുകൾ വരുത്തുന്നതിന് ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകാതിരിക്കുന്നത് കൃത്യവിലോപം എന്ന വാക്കല്ല, മര്യാദയുടെ ഏറ്റവും മാന്യമായ പദം ഉപയോഗിച്ചാല് അത് തെമ്മാടിത്തം എന്ന വാക്കാണ് അതിന് ഉപയോഗിക്കേണ്ടത്. കാരണം ഈ കർഷകന്റെ ജീവന് സർക്കാർ അത്രയേ വില കൊടുത്തിട്ടുള്ളൂ. അതല്ലേ അതിന്റെ അർത്ഥം? ഈ പാവപ്പെട്ട കർഷകൻ 909 എണ്ണത്തിന്റെ ജീവൻ പൊലിഞ്ഞിട്ടും അല്ലയോ സർക്കാര്, ഞങ്ങൾ മലയോര കർഷകരെ കരുതുന്നത് കടുവായ്ക്ക് തിന്നു തീർക്കാനുള്ള ആഹാരമായിട്ട് മാത്രമാണ് എന്നതിന്റെ തെളിവല്ലേ ഇനിയും ഈ നിയമങ്ങൾക്ക് ഭേദഗതി വരുത്താത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 1972 പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഇവിടെ വന്യജീവികളെ സംരക്ഷിക്കാൻ നിയമമുണ്ട്. ഇവിടെ സാധാരണ മനുഷ്യനെ സംരക്ഷിക്കാൻ നിയമമില്ല. വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതി മനുഷ്യ സംരക്ഷണ നിയമം എന്നുള്ളൊരു നിയമം ഇവിടുത്തെ പാർലമെന്റിലും നിയമസഭയിലും കൊണ്ടുവന്നേ പറ്റൂ. ഇത് ഞങ്ങൾ ഔദാര്യം ചോദിക്കുകയല്ല. ഇവിടുത്തെ ഭരണഘടന ഉറപ്പു തരുന്ന മനുഷ്യനായി ജീവിക്കാന്, ഞങ്ങളുടെ സ്വത്തും മക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ഈ ഭാരതത്തിന്റെ പരമോന്നതമായ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. അല്ലയോ സർക്കാര്, ഇല്ല എങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നല്ല ഞാൻ നിങ്ങളോട് പറയുക. മറിച്ച് നിങ്ങളുടെ ഈ വന്യജീവി സംരക്ഷണത്തിനും മുകളിലാണ് ഭാരതത്തിന്റെ ഭരണഘടന. ആ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് വന്യമൃഗത്തെയും ഞങ്ങൾ കൃഷിഭൂമിയിൽ നേരിടുക തന്നെ ചെയ്യുമെന്ന് ഈ മലയോര ജനത ഒറ്റ സ്വരത്തിൽ സർക്കാരിന്റെ മുമ്പിൽ അറിയിക്കുകയാണ്. 1972 പാസാക്കിയ ഈ വന്യജീവി സംരക്ഷണ നിയമം മലയോര ജനതയ്ക്ക് മരണവാറന്റായി മാറിയിരിക്കുകയാണ്. ഏത് മലയോര കർഷകനെയും ഏത് വന്യമൃഗത്തിന് ഏത് നേരവും വന്ന് കൊന്നു ഭക്ഷിക്കാനുള്ള തീട്ടൂരമാണ് ഈ 1972 പാസാക്കിയിരിക്കുന്ന വന്യജീവി സംരക്ഷണ നിയമം. ഈ നിയമം സർക്കാർ മാറ്റാൻ തയ്യാറാകുന്നില്ല
എങ്കിൽ ആ നിയമത്തിന് പുല്ലുവില കൽപ്പിക്കാൻ ഇവിടുത്തെ മലയോര കർഷകർ നിർബന്ധിതരാകും. അതിന് ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് മാത്രമേ മലയോര കർഷകർക്ക് സർക്കാരിനോട് പറയാനുള്ളൂ എന്ന കാര്യം ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് നിയമലംഘനത്തിന്റെ കാര്യമല്ല പറയുക. ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും നിക്ഷിപ്ത താൽപര്യങ്ങളോട് പാസാക്കുന്ന നിയമങ്ങളെക്കാളും ഒക്കെ വലുതായി നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ അഖണ്ഡമായ, അചഞ്ചലമായ, അവികലമായ ഭരണഘടനയാണ്. ആ ഭരണഘടനയാണ് ഇന്ത്യൻ പൗരന് ജീവിക്കാൻ അവകാശം ഉറപ്പു തരുന്നത്. ആ അവകാശം നിഷേധിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു നിയമങ്ങളും ഇനിമേൽ ഞങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല എന്നുള്ളത് വീണ്ടും ഈ ജനതയ്ക്ക് വേണ്ടി ഞാൻ പ്രഖ്യാപിക്കുകയാണ്.